പെരുമാൾ മുരുകൻ വെറും ഒരു പേരല്ല. അർദ്ധനാരീശ്വരൻ വെറും ഒരു നോവലുമല്ല. പെരുമാൾ മുരുകന്റെ ഏറെ വിവാദം സൃഷ്ടിച്ച നോവലാണ് മാധുരിപാകൻ. അർദ്ധനാരീശ്വരൻ എന്ന പേര് DC ബുക്സ് അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യുകയുണ്ടായി. അപ്പു ജേക്കബ് ജോണാണ് അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത്. ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ സാഹിത്യത്തിൽ ഇത്രയേറെ വിവാദമായ ഒരു നോവൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. ഒടുവിൽ പെരുമാൾ മുരുകന് മാപ്പ് പറയേണ്ടി വരികയും അവിടെ വെച്ച് താനും തന്നിലെ എഴുത്തും മരിച്ചു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടി വന്നു. ഒരു പുസ്തകത്തോടു കൂടി എഴുത്തുകാരൻ മരണപ്പെടുന്ന അവസ്ഥ. പിന്നീട് കോടതിയും സാംസ്കാരിക പ്രവർത്തകരും എല്ലാം കൂടി ഇടപെട്ടിട്ടാണ് വീണ്ടും പെരുമാൾ മുരുകന് എഴുത്തിന്റെ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. സ്ത്രീയും പുരുഷനും ചേർന്നതാണ് ദൈവസങ്കല്പമെന്നും കുട്ടികളില്ലാത്ത സ്ത്രീകൾ തിരിച്ചെങ്കോട്ട് കാരത്തൂർ ഉത്സവത്തിന്റെ 14ാം നാൾ മല കയറിയാൽ അവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകും എന്ന കഥാതന്തുവിനെ കേന്ദ്രീകരിച്ചാണ് മാധുരിപാകൻ അഥവാ അർദ്ധനാരീശ്വരൻ എന്ന കഥ ആരംഭിക്കുന്നത്. തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത്. അവിടെ കൃഷിക്കാരനായ കാളിയും കാളിയുടെ ഭാര്യ പൊന്നയുമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്നത്. കാളിയുടെ ഉറ്റ സുഹൃത്ത് മുത്തുവിന്റെ പെങ്ങളാണ് പൊന്ന. ഏറെ നാളത്തെ ഇഷ്ടത്തിന് ശേഷമാണ് പൊന്നയെ കാളി വിവാഹം കഴിക്കുന്നത്. കാളി വിശാലതയുള്ള ഒരു മനുഷ്യനും നല്ലൊരു പ്രകൃതി സ്നേഹിയുമാണ്. നല്ലൊരു കൃഷിക്കാരൻ കൂടിയാണ് കാളി. പക്ഷെ 12 വർഷമായിട്ടും അവർക്ക് കുഞ്ഞുങ്ങളില്ല. ഒരു ഉൾനാടൻ പ്രദേശമായതുകൊണ്ട് അവിടെ പലതരത്തിലുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും നിലനിന്നിരുന്നു. കുട്ടികളില്ലാത്തതിന്റെ പേരിൽ പല മതചടങ്ങുകളിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും അവർക്ക് വിട്ടുനിൽക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഇടങ്ങളിലെല്ലാം ആളുകളുടെ പരിഹാസ ശരങ്ങളേറ്റ് അവർ രണ്ടുപേരും നന്നേ ദുഃഖിച്ചു. വിത്ത് വിതയ്ക്കാൻ പോലും കുട്ടികളില്ലാത്ത സ്ത്രീക്ക് അർഹതയില്ല എന്ന ചിന്ത പൊന്നയെ വളരെ ദുഃഖത്തിലാഴ്ത്തി. ഒരു കുഞ്ഞുണ്ടാക്കാൻ വേണ്ടി അവർ നേരാത്ത വഴിപാടുകളില്ല, പോകാത്ത അമ്പലങ്ങളില്ല, കഠിനമായ വ്രതങ്ങളില്ല. എന്നിട്ടും ഒരു കുഞ്ഞുണ്ടാകാനുള്ള ഭാഗ്യം അവർക്കുണ്ടായില്ല. കാളിയെ എല്ലാവരും മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു. പക്ഷെ കാളി ഒരിക്കലും പൊന്നയെ ഉപേക്ഷിക്കാൻ തയ്യാറല്ലായിരുന്നു. ആദ്യമായി പൊന്നയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു പൂവരശിന്റെ തയ്യ് കാളി കൊണ്ടുപോയിരുന്നു. അത് പൊന്നയുടെ വീടിന്റെ മുറ്റത്ത് നടുകയും ഇന്നത് പടർന്നു പന്തലിച്ച് വൻ വൃക്ഷമായി മാറുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, കാളിയുടെ വീടിന്റെ മുറ്റത്തും ഒരു പൂവരശ് മരം കാളി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കാളി എന്ന മനുഷ്യനിലെ പ്രകൃതി സ്നേഹിയെയാണ് ഇത് എടുത്തു കാണിക്കുന്നത്. മുൻപൊരിക്കൽ കാളിയോട് അവന്റെ സുഹൃത്തുക്കളും വീട്ടിലുള്ളവരും പറഞ്ഞതാണ് പൊന്നയെ കാരത്തൂർ ഉത്സവത്തിന് പറഞ്ഞയക്കാം. എന്നാൽ കാളിക്ക് അത് താല്പര്യമില്ലായിരുന്നു. കല്യാണത്തിന് മുൻപ് കാളിയും കൂട്ടുകാരും മുത്തുവും ഉത്സവത്തിന് പോയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കാളിക്ക് നന്നായി അറിയാവുന്നതാണ്. കാളി പറയുന്നത് പെണ്ണുടൻ മോഹിച്ചു വരുന്ന ആണുങ്ങൾ എങ്ങനെയാണ് ദൈവത്തിന്റെ പ്രതിരൂപങ്ങൾ ആവുന്നത് എന്നാണ്. അവിടെയാണ് ഈ കഥ വിവാദത്തിലേക്ക് വഴി തുറക്കുന്നത്. വിശ്വാസത്തെ ദുർവ്യാഖ്യാനിച്ചു എന്ന പേരിലാണ് തമിഴ്നാട്ടിൽ ഈ നോവൽ ഏറെ വിവാദമായത്. കാളി അതിൽ നിന്ന് പിന്തിരിയുന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം പൊന്നയെ കാളിയുടെ അമ്മയും പൊന്നയുടെ അമ്മയും സഹോദരനും കൂടി പറഞ്ഞു മനസ്സിലാക്കുന്നു. ഒരു കുഞ്ഞില്ലാതായാൽ നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെട്ടു പോകുമെന്നും വംശം പരമ്പരയറ്റു പോകുമെന്നും പൊന്നയോട് പറയുന്നു. ഒരു കുഞ്ഞ് എന്ന് കേൾക്കുമ്പോൾ ഏത് സ്ത്രീയും ദുർബലയാകും. ഒടുവിൽ അവളെ അവർ പറഞ്ഞു സമ്മതിപ്പിക്കുന്നു. പക്ഷേ കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അവിടെ കാളി സമ്മതിച്ചിട്ടാണ് പൊന്ന അങ്ങോട്ടേക്ക് പോകുന്നത് എന്നാണ് അവർ പൊന്നയെ പറഞ്ഞു ധരിപ്പിക്കുന്നത്. എന്നാൽ കാളിയോട് അവർ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നില്ല. സംസാരിച്ചാൽ കാളി ഒരിക്കലും അതിന് സമ്മതിക്കുമായിരുന്നില്ല. തന്ത്രപൂർവം കാളിയെ അവർ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നു. പൊന്നയെ ഉത്സവത്തിന് പറഞ്ഞയക്കുന്നു. പൊന്ന ഉത്സവം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നതിന് ശേഷം കാളി മനസ്സിലാക്കുന്നു
തിരിച്ചെങ്കോട്ട കാരത്തൂർ ഉത്സവത്തിന് പൊന്ന പോയിരുന്നു എന്ന് കാളി മനസ്സിലാക്കുകയും അയാൾ ആകെ തകരുകയും ചെയ്യുന്നു. ഇതോടുകൂടിയാണ് നോവൽ അവസാനിക്കുന്നത്. വിശ്വാസത്തെ ദുർവ്യാഖ്യാനിച്ചു എന്നതിന്റെ പേരിലാണ് ഈ നോവൽ തമിഴ്നാട്ടിൽ ഏറെ വെല്ലുവിളി ഉയർത്തിയത്. പക്ഷെ എനിക്ക് ഈ നോവൽ വായിച്ചപ്പോൾ തോന്നിയത് ഇത് വിശ്വാസത്തെ ദുർവ്യാഖ്യാനിച്ചതല്ല, സ്നേഹത്തിന്റെ ദുർബലതയാണ് ഇവിടെ വെളിപ്പെടുന്നത് എന്നാണ്. അതുകൊണ്ടാണ് അവസാനം പൊന്നയുടെയും കാളിയുടെയും ദാമ്പത്യം തകർന്നു പോകുന്നത്.